ഹായ്, കെയ്ൻ എന്നു പേരുള്ള ഏറെ രസകരമായ ഒരു ആക്ഷൻ ചലച്ചിത്രത്തിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. ചിലയാളുകൾ പറയാറുണ്ട്, ചെസ് എന്ന് പറയുന്നത് കുലീനത്വമുള്ള ഒരു കളിയാണ്, ചിന്തകൾ കൊണ്ടും സ്ട്രാറ്റജി കൊണ്ടും എതിരാളിയെ തകർക്കുന്ന കളി. പക്ഷേ അതിന് മറ്റൊരു വശമുണ്ട്. ചെസ് ക്രൂരമായതുകൂടിയാണ്. ബോർഡിലെ ഓരോ പീസിനും ഓരോ ധർമ്മമുണ്ട്. അത് വളരെ ചെറുതുമാണ്, പക്ഷേ കൂട്ടത്തിൽ ഏറ്റവും ഭീകരവും. എതിരാളിയെ ഇല്ലായ്മ ചെയ്യുക. തുടക്കം മുതൽ തന്നെ അവർ കൊല്ലുവാനോ കൊല്ലപ്പെടാനോ വിധിക്കപ്പെട്ടവരാണ്. ഒരു യുദ്ധമാണ് ഗെയിം എന്ന പേരിൽ മുമ്പിൽ ഒരു ബോർഡായിട്ടിരിക്കുന്നത്. ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയിലേക്ക് കഥ തിരിയുന്നു. ഏബ് എന്നാണ് അയാളുടെ പേര്. ഏബിനെതിരിലിരുന്ന് മറ്റൊരു വ്യക്തിയും കളിക്കുന്നുണ്ട്. ആദ്യ കാഴ്ചയിൽ ഏബ് വെറും ഒരു സാധാരണക്കാരനാണ്, ഒരു ജെന്റിൽമാൻ. പക്ഷേ ഏബ് ഒരു നിസ്സാരക്കാരനല്ല. അയാൾ ഒരു മാഫിയ ബോസ് ആണ്. ഈസ്റ്റേൺ ടെറിട്ടറി മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് അയാളാണ്. ഫ്രാങ്കിക്കെതിരെയാണ് ഏബ് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഏബിന്റെ എതിരാളിയാണ് ഫ്രാങ്കി. കൃത്യമായി പറഞ്ഞാൽ വെസ്റ്റേൺ ഏരിയ കൺട്രോൾ ചെയ്യുന്നത് ഫ്രാങ്കിയാണ്. ഇരുവരും അവരുടെ ക്രൂരതകൾ കൊണ്ടും അൺപ്രഡിക്റ്റബിൾ ആയ ക്യാരക്ടർ കൊണ്ടും എപ്പോഴും മറ്റുള്ളവരെ ഞെട്ടിച്ചിരുന്നവരാണ്. ഇപ്പോൾ ഇതാ ഇരുവരും ഒരു ബെറ്റിന്റെ പുറത്ത് ചെസ് കളിച്ചുകൊണ്ടിരിക്കുന്നു. കഥ എവിടെ നിന്നും ഏബിന്റെ ജീവിതത്തിലേക്ക് തിരിയുന്നു. ഏബിന് ഭാര്യയും മകളുമുണ്ട്. പുറമെ ഒരു മാഫിയ ബോസൊക്കെ ആണെങ്കിലും വീട്ടിലെത്തിയാൽ അയാൾ വളരെ സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവും ഒരു അച്ഛനുമൊക്കെയാണ്. വൈകാതെ ഏബ് ഫ്രഷായി വന്നു. അവരുടെ കുടുംബം അത്രമേൽ സന്തോഷത്തിലായിരുന്നു. ഏബിന്റെ ജോലിയോ പ്രവൃത്തിയോ ഒന്നും കുടുംബത്തെ ബാധിച്ചിട്ടേയില്ല. ഏബിന് കോഫി ഉണ്ടാക്കാനായി വളരെ വലിയ താല്പര്യമാണുള്ളത്. അയാൾ പതിവ് പോലെ തനിക്കും കുടുംബത്തിനും വേണ്ടി കോഫി ഉണ്ടാക്കി. എല്ലാവരും എന്റെ കോഫി അടിപൊളിയാണെന്ന് പറയാറുണ്ട്, ഏബ് ഭാര്യയോട് പറഞ്ഞു. പക്ഷേ ഉടൻ വന്നു ഭാര്യയുടെ മറുപടി, ഇൻസ്റ്റന്റ് കോഫി ഷോപ്പിലെ സാധാ കോഫി പോലെയേ എനിക്ക് തോന്നാറുള്ളൂ. പിന്നാലെയാണ് അവരുടെ മകൾ ഏബിനോട് പെർമിഷൻ ചോദിച്ചത്. അന്ന് രാത്രി അവൾ മുത്തശ്ശിയുടെ വീട്ടിൽ താമസിച്ചോട്ടെ എന്ന്. അതിനെന്താ താമസിച്ചോ, നിന്റെ അമ്മയും കുട്ടിക്കോ ഹോംവർക്ക് മറന്നുപോകരുത് എന്നായിരുന്നു ഏബ് പറഞ്ഞത്. അധികം വൈകാതെ ഏബ് വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി. പുറത്തെ ഡ്രൈവറും അസിസ്റ്റന്റുമായ ബെഞ്ചമിൻ കാത്തു നിൽക്കുന്നുണ്ട്. ഇതേ സമയമാണ് വീടിനകത്തുണ്ടായിരുന്ന ഏബിന്റെ ഭാര്യ അത് കണ്ടത്. ഏബ് തന്റെ ഗുളികയെടുക്കാൻ മറന്നുപോയിരുന്നു. ഏബിന് ബൈപ്പോളാർ ഉണ്ട്. പുറത്തെത്തിയ ഏബ് ബെഞ്ചമിന് താനുണ്ടാക്കിയ കോഫി കുറച്ചു കൊടുത്തു. എങ്ങനെയുണ്ട് ഇതിന്റെ രുചിയെന്ന് ചോദിച്ചു. ബെഞ്ചമിൻ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴേ താനാ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ഏബ് അഭിമാനം കൊണ്ടു. ബെഞ്ചമിന്റെ ബാക്കി വാക്കുകൾ അപ്പോഴാണ് പുറത്തു വന്നത്. നന്നായിട്ടുണ്ട്, ഒരു ഇൻസ്റ്റന്റ് കോഫി പോലെ. അധികം വൈകാതെ ഏബും ബെഞ്ചമിനും പുറപ്പെട്ടു. പക്ഷെ അവരെ ഫോളോ ചെയ്ത് ഒരു പോലീസുകാർ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ബെഞ്ചമിനും ഏബും അത് മനസ്സിലാക്കി. ഏബിനെ പോലുള്ളവരെ പോലീസ് ഫോളോ ചെയ്യുന്നത് പുതുമയുള്ള കാര്യമൊന്നുമല്ലല്ലോ. അവർക്കത് യൂസ്ഡ് ആയിരുന്നു. കുറച്ചുനേരം പിന്നിട്ടപ്പോ പോലീസിനെ അങ്ങ് ഒഴിവാക്കിയേക്ക് എന്ന് ബെഞ്ചമിന് ഏബ് നിർദ്ദേശം കൊടുത്തു. അധികം വൈകിയില്ല. അടുത്ത സിഗ്നലിൽ വെച്ച് വളരെ ഷാർപ്പായി റൈറ്റ് ടേൺ എടുത്ത് പിന്നാലെ വന്ന പോലീസിന്റെ നിരീക്ഷണത്തിൽ നിന്ന് അവർ പുറത്തു ചാടി. അവർ വീണ്ടും മുമ്പിലേക്ക് യാത്ര തുടർന്നു. കുറച്ചു കഴിഞ്ഞതും ഈവനിങ്ങിലെ തന്റെ പരിപാടിയെപ്പറ്റി ഏബ് ബെഞ്ചമിനോട് ഡിസ്കസ് ചെയ്യാൻ ആരംഭിച്ചു. അന്ന് വൈകുന്നേരം വെസ്റ്റേൺ ടെറിട്ടറി ബോസായ ഫ്രാങ്കിയുമായി ഏബ് ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ഏബ് കുറച്ച് കലിപ്പിലാണ്. ഫ്രാങ്കി ഈയിടെയായിട്ട് ഈസ്റ്റേൺ ഏരിയയിലേക്ക് കടന്നു കയറി അവന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്, അതായത് ഏബിന്റെ ഏരിയയിലേക്ക്. പിന്നാലെ ഏബ് റിച്ചാർഡ് എന്നു പേരുള്ള ഒരു വ്യക്തിയെ വിളിക്കാൻ ശ്രമിച്ചു. കള്ളപ്പണം വെളുപ്പിക്കുന്ന പരിപാടി ഏബിനു വേണ്ടി ചെയ്യുന്നത് അയാളാണ്. നിലവിൽ ഫ്രാങ്കിയുമായി അയാൾ ചില ഡീലുകൾ ചെയ്യുന്നു എന്ന വിവരം ഏബിന് കിട്ടിയിരുന്നു. അയാളെ തുടർച്ചയായി ഏബ് വിളിച്ചെങ്കിലും റിച്ചാർഡ് ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ചു സമയം കഴിഞ്ഞപ്പോ ഏബിന് നല്ല ദേഷ്യം വരാൻ തുടങ്ങി. ഒടുവിൽ ഏബ് അത് ഉറപ്പിച്ചു, റിച്ചാർഡിനെ കൊന്നു തള്ളണം. ഏബ് പിന്നാലെ തന്റെ ഒരു കയ്യാളിനടുത്തെത്തി ഒരു എൻവലപ്പ് അയാളെ ഏൽപ്പിച്ചു. കൃത്യം 3 മണിക്ക് താൻ പറയുന്ന അപ്പാർട്ട്മെന്റിലേക്ക് ഈ എൻവലപ്പ് ഇട്ടേക്കണം എന്നേബ് അയാൾക്ക് നിർദ്ദേശം കൊടുത്തു. കഥ അവിടെ നിന്നും കെയ്ൻ എന്നു പേരുള്ള ഒരു വ്യക്തിയിലേക്ക് തിരിയുന്നു. കെയ്ൻ ഒരു അസാസിനാണ്. ടാർഗറ്റുകളെ, ശത്രുക്കളെ ക്രൂരമായി കൊന്നൊടുക്കുന്ന ഒരു വ്യക്തി. തന്റെ ജിമ്മിൽ വെച്ച് കെയ്ൻ എന്നും ശക്തമായി പരിശീലിക്കും. അന്ന് തന്റെ പരിശീലനമൊക്കെ കഴിഞ്ഞപ്പോ കെയ്ൻ തന്റെ അപ്പാർട്ട്മെന്റിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിക്ക് ഒരു സ്റ്റോറിൽ കയറി ഒരു ഡ്രിങ്ക് വാങ്ങി. ഈ സമയമാണ് 2 ഗുണ്ടകൾ കെയ്നിന് മുമ്പിലെത്തിയത്. കെയ്നെ പ്രൊവോക്ക് ചെയ്യാനും കെയ്നുമായി ഫൈറ്റ് ചെയ്യാനുമൊക്കെ അവർ മുമ്പിട്ട് നിൽക്കുകയായിരുന്നു. അവരെ കണ്ടതും കെയ്ന്റെ മനസ്സിൽ അവരെ അടിച്ചിടുന്നത് പോലെ
കെയ്ൻ ചിന്തിച്ചു. പക്ഷേ കൺട്രോൾ ചെയ്ത് അവരെ എതിരിടാതെ കെയ്ൻ ശാന്തമായി നിന്നു. അപ്പോഴേക്കും 2 പോലീസുകാർ കടന്നു വന്നതുകൊണ്ട് അവിടെ വലിയ പ്രശ്നമൊന്നും സംഭവിച്ചില്ല. കെയ്ൻ പുറത്തേക്കിറങ്ങിപ്പോയി. യാത്ര ചെയ്ത് കെയ്ൻ ഒടുവിൽ തന്റെ അപ്പാർട്ട്മെന്റിലെത്തി. അപ്പാർട്ട്മെന്റിലേക്ക് കയറുമ്പോ ഒരു നെയ്ബർ കെയ്നെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അടുത്തൊരു സ്ത്രീയൊക്കെ നിന്നതുകൊണ്ട് കെയ്ൻ കുറച്ച് ശാന്തനായി. പ്രശ്നമുണ്ടാക്കാതെ അവിടെ നിന്ന് നടന്ന് തന്റെ അപ്പാർട്ട്മെന്റിനകത്തേക്ക് കയറി. മുറിയിലെത്തി കെയ്ൻ നല്ലൊരു കുളി പാസാക്കി. സമയം അപ്പോഴേക്കും 3 കഴിഞ്ഞിരുന്നു. അപ്പോഴാണ് ഏബ് എൻവലപ്പ് ഇടാൻ പറഞ്ഞേൽപ്പിച്ച വ്യക്തി ആ ഭാഗത്തേക്ക് എത്തുന്നത്. അയാൾ കെയ്നിന്റെ അപ്പാർട്ട്മെന്റിനകത്തേക്ക് ആ എൻവലപ്പ് തട്ടിയിട്ടു. കെയ്ൻ തിരികെ കുളിയൊക്കെ കഴിഞ്ഞു വന്ന് തന്റെ സോഫമേലിരുന്നു. ആ എൻവലപ്പും എടുത്തു. അത് തുറന്നു നോക്കി. തന്റെ അടുത്ത മിഷൻ വന്നിരിക്കുന്നു എന്ന് കെയ്ൻ അറിയാമായിരുന്നു. അതിലുള്ളത് റിച്ചാർഡിന്റെ ഫോട്ടോസ് ആണ്. റിച്ചാർഡിനെ കെയ്ൻ വകവരുത്തണം. ആ സമയം കെയ്ൻ TV കണ്ടിരുന്നു. TV ന്യൂസിൽ തലേദിവസത്തെ ഒരു ക്രൂരമായ കൊലപാതകത്തെ പറ്റിയുള്ള വാർത്തയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കെയ്ൻ തന്നെയായിരുന്നു ആ കൊലപാതകങ്ങൾക്കും പിന്നിൽ. കഥ അവിടെ നിന്നും റിച്ചാർഡിലേക്ക് തിരിയുന്നു. റിച്ചാർഡ് ഭാര്യയുമായി തന്റെ വീട്ടിൽ തുടരുകയാണ്. റിച്ചാർഡിന്റെ ഭാര്യ പ്രഗ്നന്റ് ആയിരുന്നു. അപ്പോഴാണ് റിച്ചാർഡിന് ഒരു കോൾ വന്നത്. വിളിക്കുന്നത് ഏബായിരിക്കും എന്ന് റിച്ചാർഡിന് അറിയാമായിരുന്നു. അയാൾ ആ കോൾ കട്ട് ചെയ്തു. പിന്നാലെ റിച്ചാർഡ് കുളിക്കാൻ കയറി. തനിക്കൊരു ഇമ്പോർട്ടന്റ് ക്ലൈന്റ് മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് വൈകാതെ അവിടെ നിന്ന് പുറപ്പെടാൻ റിച്ചാർഡ് ഒരുങ്ങാൻ ആരംഭിച്ചു. ആ സമയമാണ് റിച്ചാർഡിന്റെ ഫോണിലേക്ക് വന്നൊരു മെസ്സേജ് അയാളുടെ ഭാര്യ കാണുന്നത്. കോൾ മീ ബേബി എന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. ലോലിപോപ്പ് എന്ന പേരിൽ റിച്ചാർഡ് ആ പേര് സേവ് ചെയ്തിട്ടുമുണ്ട്. റിച്ചാർഡ് തന്നെ ചതിക്കുകയാണ്. അയാൾ ക്ലൈന്റ് മീറ്റിംഗ് എന്ന് പറഞ്ഞു പോകുന്നത് മറ്റേതോ പെണ്ണിനെ കാണാനാണ് എന്ന് റിച്ചാർഡിന്റെ ഭാര്യ ചിന്തിച്ചു. പിന്നാലെ തയ്യാറായ റിച്ചാർഡ് അങ്ങോട്ടേക്ക് എത്തി. താൻ ക്ലൈന്റ് മീറ്റിംഗിന് പോവുകയാണെന്നും രാത്രി ചിലപ്പോൾ വൈകുമെന്നും നീ അതുകൊണ്ട് കിടന്നോ എന്നും പറഞ്ഞിട്ടായിരുന്നു അയാൾ പോയത്. സംശയം തോന്നിയെങ്കിലും തന്റെ സംശയങ്ങൾ റിച്ചാർഡിന് മുമ്പിൽ അയാളുടെ ഭാര്യ പ്രകടമാക്കിയില്ല. റിച്ചാർഡ് പുറത്തേക്കിറങ്ങിയതും തന്റെ കാറുമെടുത്ത് റിച്ചാർഡിനെ ഫോളോ ചെയ്ത് അവരും ഇറങ്ങി. അധികം വൈകാതെ റിച്ചാർഡിന്റെ കാറിനെ ഫോളോ ചെയ്ത് ഒരാളും കൂടി വന്നെത്തി. അത് കെയ്നായിരുന്നു. പോകുന്ന വഴിക്ക് കാറിലിരുന്ന് റിച്ചാർഡ് താൻ കാണാൻ പോകുന്ന ലോലിപോപ്പിനെ വിളിച്ചു. അവളുമായിട്ട് കുറെ സംസാരിക്കാൻ ആരംഭിച്ചു. അവരുടെ സംസാരം സോഫ്റ്റായി ഇന്റിമേറ്റായി മാറിയിരുന്നു. ലോലിപോപ്പ് എന്ന് റിച്ചാർഡ് വിളിക്കുന്ന ആ ലേഡിക്ക് എന്തോ കുറ്റബോധം കാണാമായിരുന്നു. റിച്ചാർഡിന്റെ ഭാര്യ പ്രഗ്നന്റ് അല്ലേ, നമ്മളിങ്ങനെ ചെയ്യുന്നത് തെറ്റല്ലേ എന്നൊക്കെ അവൾ ചോദിച്ചു. പക്ഷെ റിച്ചാർഡ് അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഈ ബന്ധമൊന്നും ആരും അറിയാൻ പോകുന്നില്ല, ഒക്കെ സ്മൂത്ത് ആയിരിക്കും. ഇതേ സമയം റിച്ചാർഡിന് പുറകെ പിന്തുടരുന്ന റിച്ചാർഡിന്റെ ഭാര്യ തന്റെ സഹോദരി കെല്ലിയെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കെല്ലിയാണെങ്കിൽ ബിസിയായിരുന്നു. കുറച്ചു നേരത്തെ അറ്റംപ്റ്റിനൊടുവിൽ കെല്ലി ഫോൺ എടുത്തു. റിച്ചാർഡിന്റെ ഭാര്യ കെല്ലിയുമായി സംസാരിച്ചു. റിച്ചാർഡിന് മറ്റേതോ സ്ത്രീയുമായി ബന്ധമുണ്ട്. അവളെ കാണാൻ അയാൾ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ അയാളെ ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്കെന്ത് ചെയ്യണമെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. ഞാനാണെങ്കിൽ ഗർഭിണിയുമാണ്. റിച്ചാർഡിന്റെ ഭാര്യ കെല്ലിയോട് തന്റെ മനസ്സിലെ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. 1 മിനിറ്റ് എന്ന് പറഞ്ഞ് കെല്ലി ഫോൺ കട്ട് ചെയ്തു. പിന്നാലെ റിച്ചാർഡിന് കോൾ വന്നു. അപ്പോഴാണ് വ്യക്തമാകുന്നത് റിച്ചാർഡ് അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കെല്ലിയുമായിട്ടാണെന്ന്. കെല്ലി റിച്ചാർഡിനോട് കാര്യങ്ങൾ പറഞ്ഞു. ഇന്ന് തന്നെ കാണാൻ വരരുത് എന്ന കാര്യം അറിയിച്ചു. റിച്ചാർഡ് പിന്നാലെ തന്റെ കാറ് അവിടെയുള്ള ഒരു ബേസ്മെന്റ് പാർക്കിങ്ങിലേക്ക് തിരിച്ചു. അവിടെ ഒരു മീറ്റിംഗ് സ്പോട്ട് ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് പോവാനായിരുന്നു റിച്ചാർഡിന്റെ പദ്ധതി. പക്ഷേ റിച്ചാർഡിനെ പിന്തുടർന്ന് കെയ്ൻ പുറകെയുണ്ട് എന്നയാൾ അറിഞ്ഞിരുന്നേയില്ല. കെയ്ൻ പിന്നാലെ പാർക്ക് ചെയ്തിറങ്ങിയ റിച്ചാർഡിനടുത്തെത്തി. റിച്ചാർഡിന് നേരെ തോക്ക് ചൂണ്ടി. അവർ തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ നടന്നു. റിച്ചാർഡുമായുള്ള ബലപ്രയോഗത്തിൽ കെയ്ന്റെ ആദ്യ ഷോട്ട് മിസ്സായി. പക്ഷെ പിന്നാലെ റിച്ചാർഡിനെ ഇടിച്ചിട്ട് കെയ്ൻ വെടിവെച്ചു കൊന്നു. അവിടെ നിന്ന് പോരാൻ വേണ്ടി കെയ്ൻ തിരിയുമ്പോഴാണ് ആ കാഴ്ച കണ്ടത്. മിസ്സായ കെയ്ന്റെ ആ ആദ്യ ഷോട്ടുണ്ടല്ലോ, അത് അങ്ങോട്ടേക്ക് കാറിലെത്തിയിരുന്ന റിച്ചാർഡിന്റെ ഭാര്യയുടെ ജീവനും എടുത്തിരുന്നു. കെയ്ൻ അധിക നേരം അവിടെ നിന്നില്ല. തന്റെ മോട്ടോർ ബൈക്കും എടുത്ത് അവിടെ നിന്ന് വേഗത്തിൽ രക്ഷപ്പെട്ടു പോന്നു. അന്ന് അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം കെയ്ൻ ഒരു ബൂത്തിലെത്തി. ഏബിന്റെ ഭാര്യയെ വിളിച്ചു. ഏബ് എവിടെയാണെന്ന് ചോദിച്ചു. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഏബ് ആ ഒരിടത്തേക്ക് എത്തിച്ചേരുകയായിരുന്നു. ഏബ് പറഞ്ഞ മീറ്റിംഗ് ഇടത്തേക്ക് ബെഞ്ചമിനും കൂടെയുണ്ട്. ഫ്രാങ്കി അങ്ങോട്ടേക്ക് എത്തിച്ചേരുമായിരുന്നു. അധികം വൈകാതെ അങ്ങോട്ടേക്ക് ഫ്രാങ്കിയും എത്തിച്ചേർന്നു. ഫ്രാങ്കിയുടെ ഇളയ സഹോദരനും കൂടെയുണ്ട്. ഏബ് ഫ്രാങ്കിക്ക് നേരെ ഷേക്ക് ഹാൻഡിന് കൈനീട്ടിയെങ്കിലും ഫ്രാങ്കി അതിന് തയ്യാറായില്ല. ഫ്രാങ്കിയും ഇളയ സഹോദരനും ഗ്രീക്ക് ഭാഷയിൽ ഏബിനെതിരെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഏബിനതൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല എന്ന ധാരണയിലാണ് അവർ പറഞ്ഞത്. പക്ഷേ ഏബിന് ഒക്കെ കൃത്യമായി മനസ്സിലാവുന്നുണ്ടായിരുന്നു. പിന്നാലെ അവരൊരു ടേബിളിന്റെ 2 വശത്തായിരുന്നു. ചർച്ചകൾ ആരംഭിച്ചു. ഫ്രാങ്കി ഈസ്റ്റേൺ സൈഡിലേക്ക് കടന്നു കയറുന്നുണ്ട്. അത് ശരിയല്ലെന്ന് ഏബ് പറഞ്ഞു.
പറഞ്ഞു. ഫ്രാങ്കി പക്ഷേ കൃത്യമായ മറുപടിയൊന്നും പറഞ്ഞില്ല. ഏബ് പിന്നാലെ നമുക്കൊന്ന് ചെസ് കളിച്ചാലോ എന്ന മട്ടിൽ ഫ്രാങ്കിയോട് ചോദിച്ചു. ഫ്രാങ്കിയും ഓക്കെ പറഞ്ഞു. കളി ആരംഭിക്കുന്നതിന് മുമ്പ് എന്താ പന്തയം വെക്കുന്നത് എന്നായി ഫ്രാങ്കിയുടെ ചോദ്യം. പിന്നാലെ ഫ്രാങ്കി തന്നെ പറഞ്ഞു, മത്സരത്തിൽ ഞാൻ വിജയിച്ചാൽ ഈസ്റ്റേൺ ടെറിട്ടറി മുഴുവൻ എന്റെയായിരിക്കും. ഇനി നിങ്ങളാണ് വിജയിക്കുന്നതെങ്കിൽ നല്ലൊരു തുക ഞാൻ പ്രതിഫലമായി നൽകും. ഏബിന്റെ പവറിന് നേരെയുള്ള ശക്തമായ വെല്ലുവിളിയായിരുന്നു ഫ്രാങ്കി ഉയർത്തിയത്. ഏബിനെ അപമാനിക്കുകയെന്ന ഉദ്ദേശം കൂടി അതിനു പിന്നിലുണ്ട്. പക്ഷേ ഏബ് പറഞ്ഞു, ഈ ഗെയിമിന് ഒരൊറ്റ നിയമമേയുള്ളൂ, ഒരൊറ്റ പന്തയമേയുള്ളൂ. അത് ജീവനാണ്. കളിയിൽ തോൽക്കുന്നവന്റെ ജീവൻ വിജയിക്കുന്ന വ്യക്തിക്കെടുക്കാം. അത് കേട്ടതും ഫ്രാങ്കി ചിരിച്ചു. ആരെങ്കിലും അങ്ങനത്തെ ഒരു പന്തയം വെക്കുമോ എന്ന മട്ടിലായിരുന്നു ചിരി. തമാശയാണ് ഏബ് പറയുന്നത് എന്ന രീതിയിലൊക്കെ ഫ്രാങ്കി ചിന്തിച്ചു. പക്ഷേ ഏബിന്റെ മുഖവും ഭാവവും കണ്ടപ്പോ അതൊരു തമാശയല്ല എന്ന് ഫ്രാങ്കിക്ക് വ്യക്തമായി. ഗെയിം ഒഴിഞ്ഞു പോകാനും ഫ്രാങ്കിക്ക് പറ്റില്ലായിരുന്നു. താൻ ട്രാപ്പിലാണ് എന്ന് ഫ്രാങ്കി തിരിച്ചറിഞ്ഞു. അനീനയും കൂട്ടി എഴുന്നേറ്റ് പോകാൻ ഫ്രാങ്കി ശ്രമിച്ചെങ്കിലും ഏബിന്റെ അസിസ്റ്റന്റുകൾ അവരെ തടഞ്ഞു. അതോടെ ഫ്രാങ്കിക്ക് ഗെയിം കളിക്കാതെ മറ്റു വഴിയില്ലെന്നായി. ഫ്രാങ്കി പക്ഷേ അപ്പോഴും ഏബിനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു. ഏബിന്റെ വീട്ടിലേക്ക് താൻ തന്റെ ആളുകളെ അയച്ചിട്ടുണ്ടെന്നും ഏബിന്റെ ഭാര്യയുടെയും മകളുടെയും കാര്യം താൻ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ പ്രശ്നത്തിലാകും എന്ന് ഫ്രാങ്കി പറഞ്ഞു. ഇതേ സമയം ഏബിന്റെ വീട്ടിലേക്ക് ഫ്രാങ്കിയുടെ ആളുകൾ എത്തിച്ചേരുകയായിരുന്നു. ഏബിന്റെ ഭാര്യയെയും മകളെയും പിടികൂടാൻ അവർ അകത്തു ചെന്നെങ്കിലും അവിടം ശൂന്യമായിരുന്നു. അകത്തൊരു ബോക്സ് മാത്രമുണ്ട്. ഫോൺ കോളിലൂടെ അവരുമായി കണക്ട് ചെയ്ത് ഫ്രാങ്കിക്ക് കൃത്യമായ വിവരങ്ങൾ കിട്ടി. ബോക്സിനകത്ത് എന്താണ് എന്ന് ഫ്രാങ്കി ചോദിച്ചു. അവർ അത് തുറന്നതും ഉയർന്നു കേട്ടതൊരു സ്ഫോടന ശബ്ദമായിരുന്നു. സംഗതി എന്തെന്നാൽ ഇതൊക്കെ മുൻകൂട്ടി കണ്ട് ഏബ് തന്റെ ഭാര്യയെയും മകളെയും അവിടെ നിന്ന് മാറ്റിയിരുന്നു. അവരുള്ളത് മുത്തശ്ശിയുടെ വീട്ടിലാണല്ലോ. ഫ്രാങ്കിക്ക് ഇപ്പോ ഒരു തരത്തിലും പുറത്തു കടക്കാൻ സാധിക്കില്ല. മറ്റു വഴികളുമില്ല. ഫ്രാങ്കി ഗെയിമിന് തയ്യാറെടുത്തു. ഏബും ഫ്രാങ്കിയും തമ്മിലുള്ള ചെസ് ഗെയിം ആരംഭിച്ചു. ഫ്രാങ്കിക്ക് വല്ലാത്ത ടെൻഷനുണ്ട്. ഹൃദയമെടുപ്പ് കൂടിയിട്ടുണ്ട്. ഏബാകട്ടെ ശാന്തമായിട്ടിരുന്ന് കരുക്കൾ നീക്കുന്നു. കളി നല്ല രീതിയിൽ മുമ്പോട്ടേക്ക് പോയി. ആദ്യം ഏബ് മുന്നിട്ട് നിന്നിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞതും ഏബിന് കാഴ്ച മങ്ങാൻ ആരംഭിച്ചു. ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. ഏബെന്ന് തന്റെ ബൈപോളാർ മെഡിസിൻ കഴിക്കാൻ വിട്ടുപോയിരുന്നല്ലോ. അതിന്റെ പ്രശ്നങ്ങൾ ഏബിനെ ബാധിക്കാൻ ആരംഭിച്ചിരുന്നു. അധികം വൈകിയില്ല. കളിയിൽ ഫ്രാങ്കി വിജയിച്ചു. വല്ലാത്തൊരു ചിരിയോടെ ഫ്രാങ്കി ഏബിനെ നോക്കി. പിന്നാലെ താൻ വിജയിച്ചതിന്റെ സന്തോഷത്തിൽ ഏബിനെ കളിയാക്കിയും മറ്റും ഫ്രാങ്കി സംസാരിക്കാൻ ആരംഭിച്ചു. പക്ഷേ ഏബിന്റെ നിലതെറ്റുന്നുണ്ടായിരുന്നല്ലോ. അത് പൂർണ്ണമായി കഴിഞ്ഞിരുന്നു. പെട്ടെന്നുയർന്നു വന്ന ആ ദേഷ്യത്തിലും വെറിയിലും ഏബ് തോക്കെടുത്ത് ഫ്രാങ്കിയുടെ അനിയനെ വെടിവെച്ചു കൊന്നു. ഫ്രാങ്കി ദേഷ്യം കൊണ്ട് വിറച്ചു. വാക്കുപാലിക്കാതെ ഏബ് കൊന്നെന്ന് പറഞ്ഞലറി. ഏബിന് ഒരു കൂസലുമുണ്ടായിരുന്നില്ല. തന്റെ വലങ്കയായ വ്യക്തിയോട് ഇതുവരേക്കും നമ്മൾ എത്ര പേരെ കൊന്നിട്ടുണ്ട് എന്ന് ഏബ് ചോദിച്ചു. ആ എണ്ണം വിട്ടുപോയി, എത്ര എണ്ണമാണെന്ന് ഓർക്കുന്നില്ല എന്നായിരുന്നു വലങ്കയായ വ്യക്തി പറഞ്ഞത്. പെട്ടെന്ന് എന്തോ ഒരു വെറുകേറി വന്ന ഏബ് തന്റെ വലങ്കയായ വ്യക്തിയെയും വെടിവെച്ചു കൊന്നു. പിന്നാലെ അവർ ഇരുന്നിരുന്ന ആ ബാറിന്റെ ഓണറേയും. ഇതൊക്കെ കണ്ട് ബെഞ്ചമിൻ അവിടെ ഉണ്ടായിരുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്ന് ബെഞ്ചമിന് മനസ്സിലായി. ഏബിന് തന്റെ മേലുള്ള പൂർണ്ണ നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു. ബൈപോളാർ ഡിസോർഡർ ഉള്ള ഏബിന്റെ മറ്റൊരു പേഴ്സണാലിറ്റി ഏബിനെ പിടികൂടിയിരിക്കുന്നു. ഈ സമയമാണ് കെയ്ൻ അങ്ങോട്ടേക്ക് കടന്നെത്തുന്നത്. കെയ്ൻ ഫ്രാങ്കിക്ക് നേരെ തോക്ക് ചൂണ്ടി. ഒട്ടും മടിയില്ലാതെ കെയ്ൻ ഫ്രാങ്കിയെ വെടിവെച്ചു കൊല്ലുകയും ചെയ്തു. പിന്നാലെ കെയ്ൻ ബെഞ്ചമിന് നേരെ തിരിഞ്ഞു. ഇന്നിവിടെയുള്ളവർക്കെല്ലാം അവരവരുടെ വിധി കിട്ടും എന്ന തരത്തിൽ പറഞ്ഞു. കെയ്ൻ പിന്നാലെ ഒരു തോക്കെടുത്ത് ബെഞ്ചമിന് കൊടുത്തു. നമ്മുടെ ചോര കൊണ്ട് തന്നെ നമ്മളിത് ആഘോഷിക്കും എന്ന തരത്തിൽ പറഞ്ഞു. ബെഞ്ചമിൻ മടിച്ചു നിന്നപ്പോ കെയ്ൻ ബെഞ്ചമിന് നേരെ തോക്ക് ചൂണ്ടി. 3 എണ്ണുന്നതിന് മുമ്പ് നിനക്കെന്നെ വേണമെങ്കിൽ വെടിവെക്കാം, നീ ആദ്യം വെടിവെച്ചില്ലെങ്കിൽ ഞാൻ വെടിയുതിർക്കും എന്നായിരുന്നു കെയ്ന്റെ മറുപടി. ആ സമയമാണ് ഒരു കാര്യം വെളിവാകുന്നത്. യാഥാർത്ഥ്യത്തിൽ കെയ്നും ഏബും ഒരേ വ്യക്തി തന്നെയായിരുന്നു. ഏബിന്റെ മറ്റൊരു പേഴ്സണാലിറ്റിയാണ് കെയ്ൻ. കൃത്യമായ മരുന്നെടുത്തില്ലെങ്കിൽ ബ്രൂട്ടൽ കില്ലറായ കെയ്ൻ ഏബിന്റെ മൈൻഡിനെ പൂർണ്ണമായി പിടികൂടും. അതായിരുന്നു അവിടെ സംഭവിച്ചത്. തനിക്ക് രക്ഷയില്ലെന്നും മനസ്സിലാക്കിയ ബെഞ്ചമിൻ കെയ്ൻ 3 എണ്ണുന്നതിന് മുമ്പേ 2 എത്തിയപ്പോഴേ കെയ്നിനെ വെടിവെച്ചു വീഴ്ത്തി. കെയ്ൻ കൊല്ലപ്പെട്ടു. അതായത് ഏബ് മരണപ്പെട്ടു. ഫ്രാങ്കിയും കൊല്ലപ്പെട്ടിരിക്കുന്നു. അവശേഷിക്കുന്നത് ബെഞ്ചമിൻ മാത്രമാണ്. ഈസ്റ്റ് സൈഡിന്റെയും വെസ്റ്റ് സൈഡിന്റെയും അധികാരം അതോടെ അവനിലേക്ക് കൈവന്നു. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.